ഞാൻ എന്ത് വേണ്ടിയിട്ടാണ് പിണറായിയോട് ഏറ്റുമുട്ടിയത്? ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുകയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തവനാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചു പോയത്. കമ്മ്യൂണിസം ഉൾക്കൊണ്ടിട്ടുമല്ല. ഞാൻ അന്നും ഇതേപോലെ ഒരു സഹകരണ മുന്നണിയുടെ ഭാഗമാണ്, നിങ്ങൾക്കറിയാലോ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശത്തിലെ പരമപ്രധാനമായ ഒരു സംഗതി സോഷ്യലിസമാണ്. അത് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ്. ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന, ഈ നാട്ടിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന, പാവപ്പെട്ടവന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയായിട്ടായിരുന്നു ഞാൻ ആ പാർട്ടിയെ കണ്ടത്. ആ നിലക്ക് തന്നെയാണ് ഞാൻ ആ പാർട്ടിയിലേക്ക് എന്നെ ആകർഷിക്കപ്പെടുന്നത്. വയലിൽ ജോലി ചെയ്ത വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ആ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? സെക്യുലറിസമാണ്, മതേതരത്വം. അപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ വർഗീയവാദമായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഈ രാജ്യമൊട്ടാകെ ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ 10-15 വർഷമായി രാജ്യം മാറിയിരിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്ത് നിന്നിരുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ ആ സെക്യുലറിസവും ആ മതേതരത്വവും ആ സോഷ്യലിസവുമാണ് ആ പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ, അതിനുവേണ്ടി പോരാടാൻ, അതിനുവേണ്ടി പോരാളിയായി നിൽക്കാൻ, ആ ജനങ്ങളോടൊപ്പം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടർന്ന വ്യക്തിയാണ് ഞാൻ. ആ ഒറ്റ ആശയത്തിലാണ് ഞാൻ അതിൽ നിന്നത്. ഈ രാജ്യത്ത് ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഗുജറാത്തിൽ നടന്ന ഒരു പശുഹത്യയിൽ അതിശക്തമായി ഞാൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ BJPയുടെ ഉന്നതനായ ഒരു നേതാവ് എന്നെ വിളിച്ചു പറയുകയും, കേരളത്തിൽ നിങ്ങൾ മാത്രമാണ് ഈ പ്രധാനമന്ത്രിക്കെതിരെ ഇത്ര രീതിയിലുള്ള സംസാരം നടത്തുന്നത്. സൗഹാർദ്ദപരമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ദയവായി നിങ്ങളത് അവസാനിപ്പിക്കണം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ, സത്യസന്ധമല്ലേ? ഇങ്ങനെയുണ്ടോ ഒരു അക്രമം? ഈ നിഷ്കളങ്കരായ മനുഷ്യരെ, വഴിയിൽ പോകുന്നവരെ ഈ വെട്ടിക്കൊല്ലുന്നത് ഏത് രീതിയിൽ അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾ ഇതാണ് തുടരുന്നതെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും പറഞ്ഞു. 2 വർഷം മുമ്പാണ്